ട്രിപ്പിൾ ഷുഗർ അയൺ അഗാറാണ്. എന്താണ് അതിന്റെ പർപ്പസ്? ഉണ്ട്, സൂക്രോസ് ഉണ്ട്. അതിൽ ഗ്ലൂക്കോസ് മാത്രമാണ് 0.1%. ടെമ്പറേച്ചർ അറ്റ് റൂം ടെമ്പറേച്ചർ ആണ് 25°C ആണ്. ദെൻ A/A അത് യെല്ലോ, ഫുൾ യെല്ലോ ആണ്. നമ്മൾ റിസൾട്ട് കറക്റ്റ് ആയിട്ട് ചെയ്ത്. അപ്പൊ നമുക്കിപ്പോ എക്സാമിന് ഹായ് എവരിവൺ, വെൽക്കം ടു എഡ്യൂസ് അക്കാദമി. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് TSI ആണ്. എന്താണ് TSI? ട്രിപ്പിൾ ഷുഗർ അയൺ അഗാർ ആണ് അല്ലെ. നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആണ് TSI. ഓൾറെഡി നമ്മൾ ബയോകെമിക്കൽ ടെസ്റ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ലാബിലൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുള്ളതാണ് TSI അല്ലെ. നമ്മൾ മീഡിയ ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളവരാണ്, ഇനോക്കുലേറ്റ് ചെയ്തിട്ടുള്ളവരാണ്, അതിന്റെ റിസൾട്ട് ഒക്കെ നോട്ട് ചെയ്ത് റിസൾട്ട് ഒക്കെ എഴുതി എല്ലാവർക്കും നല്ല പരിചയമാണ് TSI അല്ലെ. അപ്പോൾ അതിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ TSI എന്താണ്? ട്രിപ്പിൾ ഷുഗർ അയൺ അഗാർ. എന്താണ് TSI ഫുൾ ഫോം? ട്രിപ്പിൾ ഷുഗർ അയൺ അഗാർ ആണ്. എന്താണ് അതിന്റെ പർപ്പസ്? എന്താണ്? ഡിഫറൻഷിയേറ്റ് എൻട്രോബാക്ടീരിയ. എന്തിന്റെ ബേസിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. കാർബോഹൈഡ്രേറ്റ് ഫെർമെന്റേഷന്റെയും അതുപോലെ H2S പ്രൊഡക്ഷന്റെ ബേസ് ചെയ്തിട്ടാണ് ഇവരെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് എൻട്രോബാക്ടീരിയസിയെ. ഓക്കെ, എൻട്രോബാക്ടീരിയ ആണ് ബേസ്ഡ് ഓൺ കാർബോഹൈഡ്രേറ്റ് ഫെർമെന്റേഷൻ, അതുപോലെ തന്നെ H2S പ്രൊഡക്ഷൻ ഒക്കെ എങ്ങനെയാ ഡിറ്റക്ട് ചെയ്യുക? ഒരു ബ്ലാക്ക് കളർ ഉണ്ടാവും അല്ലെ. അപ്പൊ നമുക്കത് പറയാം. അപ്പൊ TSI എന്നാണ് ട്രിപ്പിൾ ഷുഗർ അയൺ അഗാർ. എന്താണ് അതിന്റെ മെയിൻ പർപ്പസ് എന്ന് നോട്ട് ചെയ്യാം. ദെൻ എന്തൊക്കെയാണ് അതിൽ ഉള്ളത് നമുക്ക് നോക്കാം. കോമ്പോസിഷൻ നോക്കിയാലോ. അപ്പോ മെയിൻ ആയിട്ട് ട്രിപ്പിൾ ഷുഗർ എന്താണ്? 3 ഷുഗർ ഉണ്ട് അല്ലെ. ട്രിപ്പിൾ ഷുഗർ 3 ഷുഗർ ഉണ്ടെന്ന് ഉറപ്പാ. അപ്പൊ ഏതൊക്കെയാ നമുക്ക് നോക്കാം. 1 ഗ്ലൂക്കോസ് ആണ്, 2 ലാക്ടോസ് ആണ്, 3 സൂക്രോസ് ആണ്. ഓക്കെ, ഗ്ലൂക്കോസ് ഉണ്ട്, ലാക്ടോസ് ഉണ്ട്, സൂക്രോസ് ഉണ്ട്. ഇനി ഇതൊക്കെ ഏതൊക്കെ കോമ്പോസിഷനിലാണ്, എത്രയൊക്കെ ഉണ്ട്, എത്ര പെർസെന്റേജ് ഉണ്ട് നമുക്ക് നോക്കാം. ഗ്ലൂക്കോസ് 0.1% ആണ്. ബാക്കി ലാക്ടോസും സൂക്രോസും സെയിം പെർസെന്റേജ് ആണ്, 1 ആണ്. അപ്പൊ കൺഫ്യൂഷൻ ആവരുത്. ഗ്ലൂക്കോസ് ആണ് 0.1, ബാക്കി രണ്ടുപേരും 1% വീതമുണ്ട്. ഇനി പെപ്റ്റോൺ ആക്ട് ആസ് എ നൈട്രജൻ സോഴ്സ്. അപ്പോ പെപ്റ്റോൺ നൈട്രജൻ സോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. ദെൻ ഫീനോൾ റെഡ് ആണ് ഇവിടെ pH ഇൻഡിക്കേറ്റർ വരുന്നത്. അപ്പൊ എന്തൊക്കെയുണ്ട്? ഷുഗർ ഉണ്ട്, പെപ്റ്റോൺ ഉണ്ട്, പിന്നെ ഫീനോൾ റെഡ് ആണ് ഇൻഡിക്കേറ്റർ ആയിട്ട് വരുന്നത്. ദെൻ സോഡിയം തയോസൾഫേറ്റ്, അതുപോലെ തന്നെ ഫെറിക് അമോണിയം സിട്രേറ്റ് ഉണ്ട്. അതെന്തിനാ? H2S ഡിറ്റക്ഷൻ ആണ് അല്ലെ. ഈ ഫെറിക് അമോണിയം സിട്രേറ്റും സോഡിയം തയോസൾഫേറ്റും അങ്ങനെയാണ് നമുക്ക് ഒരു ബ്ലാക്ക് കളർ വരുന്നത്. നമുക്ക് ആ ഒരു ബാക്ടീരിയ വളർന്നതിന് ശേഷം, യൂസ് ചെയ്തതിന് ശേഷം. ഓക്കെ, ദെൻ അഗാർ നമുക്കറിയാം, സോൾഡിഫൈങ് ഏജന്റ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ഈ 5 കോമ്പൗണ്ട്സ് ആണുള്ളത്. ഷുഗർ ഏതൊക്കെ ഷുഗർ ആണ്? ഗ്ലൂക്കോസ് ഉണ്ട്, ലാക്ടോസ് ഉണ്ട്, സൂക്രോസ് ഉണ്ട്. അതിൽ ഗ്ലൂക്കോസ് മാത്രമാണ് 0.1%, ബാക്കി 2 കൂട്ടരും ഓരോരോ പെർസെന്റേജ് വീതമാണ്. ഇനി പെപ്റ്റോൺ ആണ് നൈട്രജൻ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ദെൻ pH ഇൻഡിക്കേറ്റർ ഏതാണ്? ഫീനോൾ റെഡ് ആണ് അല്ലെ. നമുക്ക് ആ മീഡിയ എല്ലാവർക്കും ഫെമിലിയർ ആണ്, റെഡ് കളർ അല്ലെ. ദെൻ സോഡിയം തയോസൾഫേറ്റ്, അതുപോലെ തന്നെ ഫെറിക് അമോണിയം സിട്രേറ്റ് ആണ് H2S പ്രൊഡക്ഷന്റെ ഡിറ്റക്ഷൻ. H2S ഡിറ്റക്ഷന് വേണ്ടിയിട്ട് ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഫെറിക് അമോണിയം സിട്രേറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ TSI ട്രിപ്പിൾ ഷുഗർ അയൺ അഗാർ അല്ലെ. നമ്മൾ എൻട്രോബാക്ടീരിയസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് കാർബോഹൈഡ്രേറ്റ് ഫെർമെന്റേഷനും അതുപോലെ തന്നെ H2S പ്രൊഡക്ഷൻ ഒക്കെ നോക്കിയിട്ട് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മീഡിയ യൂസ് ചെയ്യുന്നത്. ദെൻ നമുക്ക് നെക്സ്റ്റ് കോമ്പോസിഷൻ നമ്മൾ കണ്ടു. ഇനി നമുക്ക് pH നോക്കാം. pH വരുന്നത് 7.4 ± 2 ആണ്. 7.2 ആവാം, അല്ലെങ്കിൽ 7.6 ആവാം. ഓക്കെ, ടെമ്പറേച്ചർ അറ്റ് റൂം ടെമ്പറേച്ചർ ആണ് 25°C ആണ്. ഇനി കീ പോയിന്റ്സ് നോക്കുകയാണെങ്കിൽ ഫിനോൾ റെഡ് ആണ് ഇൻഡിക്കേറ്റർ, നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതില് ആസിഡിക് കണ്ടീഷൻ ആണെങ്കിൽ, അത് pH ഒരു 6.8 ഒരു ലെസ് ദാൻ കുറഞ്ഞു വരുവാണെങ്കിൽ യെല്ലോ കളർ ആയിരിക്കും. യെല്ലോ കളർ ആവും മീഡിയ. അതെന്തിനാ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? യെസ്, ഷുഗർ ഫെർമെന്റേഷൻ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ മീഡിയയുടെ pH നമ്മൾ പറഞ്ഞു 7.4 ± 2 ആണെന്ന് പറഞ്ഞു. pH 6.8നേക്കാളും താഴ്ന്നു പോകുമ്പോൾ എന്താണ് അവിടെ? യെല്ലോ കളർ ഫോം ചെയ്യും, ടേൺസ് യെല്ലോ ആണ്. അപ്പൊ എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഷുഗർ ഫെർമെന്റേഷൻ ആണ്. ദെൻ ആൽക്കലൈൻ ആണെന്ന് വിചാരിക്കുക, 7.4നേക്കാളും കൂടുതലാണെന്ന് വെച്ചാൽ അപ്പൊ അവിടെ ഒരു റെഡ് അല്ലെങ്കിൽ പിങ്ക് കളർ തന്നെയായിരിക്കും അവിടെ തന്നെയായിരിക്കും ഉണ്ടാവുക. കാരണം നമ്മൾ നോർമലി TSI ഉണ്ടാക്കുമ്പോൾ 7.4 pH-ലാണല്ലോ ഉണ്ടാക്കുക മീഡിയ. ആ സെയിം കളർ തന്നെ. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പെപ്റ്റോൺ യൂട്ടിലൈസേഷൻ ആണ്. എന്താണ്? പെപ്റ്റോൺ യൂട്ടിലൈസേഷൻ. അപ്പൊ യെല്ലോ ആവുകയാണെങ്കിൽ എന്താണ്? ആസിഡ് ആണ്. റെഡ് ഓർ പിങ്ക് ആണെങ്കിൽ അതൊരു പെപ്റ്റോൺ യൂട്ടിലൈസേഷൻ ആണ്. പെപ്റ്റോൺ ആണ് എന്തായിരുന്നു? നൈട്രജൻ സോഴ്സ് ആണ് അല്ലെ. ഷുഗർ ഇൻഡിക്കേറ്റ് ഷുഗർ ഫെർമെന്റേഷൻ. ഏതൊക്കെ ഷുഗർ ഉണ്ടായിരുന്നു? ഗ്ലൂക്കോസ്, ലാക്ടോസ്, സൂക്രോസ്. അതിൽ ഗ്ലൂക്കോസ് മാത്രം 0.1%, ലാക്ടോസും സൂക്രോസും 1% വീതമാണ് ഉള്ളത്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ എന്താണ്?
ഡിറ്റക്ട് ഫെർമെന്റേഷൻ ഓഫ് ഷുഗർ, ഗ്യാസ് ഫോർമേഷൻ ആൻഡ് ഹൈഡ്രജൻ സൾഫൈഡ് പ്രൊഡക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു അതിന് പർപ്പസ് ഓഫ് അതിനോട് തന്നെ അതുപോലെ തന്നെയാണ് പ്രിൻസിപ്പിൾ വരുന്നത്. നമ്മൾ ഫെർമെന്റേഷനെ ഡിറ്റക്ട് ചെയ്യാണ്, ഷുഗറും അതുപോലെ ഗ്യാസ് ഫോർമേഷനും അതുപോലെ ഹൈഡ്രജൻ സൾഫൈഡ് പ്രൊഡക്ഷനും ഒക്കെ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ബട്ട് എനറോബിക് ഏരിയ, സ്ലാൻഡ് ആണ് എയറോബിക് ഏരിയ വരിക. നമുക്കറിയാം അല്ലെ, നമ്മളൊരു ട്യൂബിൽ നമ്മൾ സ്ലാൻഡ് ഇടാൻ ബട്ട് എന്ന് പറയുമ്പോൾ അവിടെ ഓക്സിജൻ കോൺടാക്ട് വരുന്നത്, അതാണ് എനറോബിക് ഏരിയ. മേലെയുള്ളതാണ് എയറോബിക് ഏരിയ ആയിട്ട് വരിക. അപ്പൊ നമ്മൾ കോമ്പോസിഷൻ കണ്ടു, പർപ്പസ് കണ്ടു, പ്രിൻസിപ്പിൾ കണ്ടു. ഓക്കെ, ഇനി ഇത് റിസൾട്ട് വരുമ്പോ നമുക്ക് ഇൻക്യുബേഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് റിസൾട്ട് നോക്കുമ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒബ്സർവേഷൻ നമുക്ക് നോക്കാം. K/A, അതായത് K എന്ന് വെച്ചാൽ റെഡും യെല്ലോ ആകുമ്പോ എന്താണ്, pH കുറഞ്ഞ് നമുക്ക് ഫെർമെന്റ് ഷുഗേഴ്സ് ആണ്. ഇവിടെ നമ്മൾ പെപ്റ്റോൺ യൂട്ടിലൈസേഷൻ ആണ് റെഡ് അല്ലെ. അപ്പൊ K/A ആണെങ്കിൽ ഗ്ലൂക്കോസ് ഫെർമെന്റ് ഓൺലി ആണ്. എന്താണ്, ഗ്ലൂക്കോസിനെ മാത്രമേ ഫെർമെന്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ദെൻ എക്സാമ്പിൾ വരുന്നത് ഇന്റർപ്രിട്ടേഷൻ വരുന്നത് ഷിജെല്ല ആണ്. ദെൻ A/A അത് യെല്ലോ, ഫുൾ യെല്ലോ ആണ്. ഓക്കെ, സ്ലാൻഡും ബട്ടും യെല്ലോ ആയിട്ട് വരികയാണെങ്കിൽ ഗ്ലൂക്കോസ്, ലാക്ടോസ് ഓർ സൂക്രോസ് ഫെർമെന്റഡ് ആണ്. അപ്പോ K/A ആണെങ്കിൽ എന്താണ്, നമ്മൾ മേലെ മാത്രമാണെങ്കിൽ K ആണെങ്കിൽ ഗ്ലൂക്കോസ് മാത്രമാണ്. ഇവിടെ A/A ആണെങ്കിൽ ഗ്ലൂക്കോസും ലാക്ടോസും സൂക്രോസും ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഇന്റർപ്രിട്ടേഷൻ വരുന്നത് ഇക്കോളെ ആണ്. K/K റെഡ് ആണെങ്കിൽ ബട്ടും സ്ലാൻഡും ഒക്കെ റെഡ് ആണ് വരുന്നതെങ്കിൽ നോ കാർബോഹൈഡ്രേറ്റ് ഫെർമെന്റേഷൻ ആണ്, പെപ്റ്റോൺ യൂട്ടിലൈസ്ഡ് ഓൺലി. കാരണം എന്താ, റെഡ് ആണ്. അപ്പൊ അവിടെ pH 7.4 ആണ്. ഇവിടെ എന്താണ് 6.8 താഴെയാണ്. ഓക്കെ, ഇവിടെ 7 ഇതിനേക്കാളും കൂടുതലാണ് വരിക. ഓക്കെ, 7.4 കൂടുതലാണ്. അപ്പോൾ റെഡ് കളർ ആണ്. അപ്പൊ അവിടെ എന്താ, പെപ്റ്റോൺ മാത്രമാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. വേറെ ഗ്ലൂക്കോസ് ഫെർമെന്റേഷൻ അങ്ങനെ ഒന്നും വേറെ ഷുഗർ ഫെർമെന്റേഷൻ ഒന്നും നടക്കുന്നില്ല. ദെൻ H2S പ്രൊഡക്ഷൻ പ്ലസ് ആണെങ്കിൽ ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവും ബട്ടില്. സാൽമോണലാണ് ഇന്റർപ്രിട്ടേഷൻ വരുന്നത്. ഇനി ഗ്യാസ് ഫോർമേഷൻ ഉണ്ടെങ്കിലോ, അവിടെ ഒരു ചെറിയൊരു നമ്മൾ ഈ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത പോലെ നിൽക്കും. നമ്മൾ ഈ മീഡിയ ബട്ടിലൊക്കെ ഇങ്ങനെ ലിഫ്റ്റ് ആയിട്ട് പോലെ നിൽക്കും. ക്രാക്ക് ഓർ ബബിൾ ഇൻ മീഡിയം, നമ്മൾ മീഡിയയിൽ ഇങ്ങനെ ക്രാക്കും ബബിൾ ഫോം ചെയ്യുന്നതനുസരിച്ചിട്ട് ചെറിയ മാറ്റങ്ങൾ സംഭവിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് റിസൾട്ട് വരിക. K/A, A/A, K/K, അതുപോലെ H2S പ്ലസ് ഉണ്ട്. പിന്നെ ഗ്യാസ് പ്രൊഡക്ഷൻ ഉണ്ടോ എന്ന് നോക്കും. ഓക്കെ, അപ്പോൾ ഇമേജ് കാണുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാവരും നിങ്ങൾ ചെയ്തിട്ടുള്ളവരാണ്, റിസൾട്ട് എല്ലാവരും ചെയ്തിട്ടുള്ളവരാണ്. ഇവിടെ എന്താണ്, A/A ആണ്. അപ്പൊ എന്താ, ഗ്ലൂക്കോസ് ഷുഗർ ഫെർമെന്റ് ഓൺലി ആണ്. ഗ്ലൂക്കോസ്, ലാക്ടോസ്, സൂക്രോസ് ഒക്കെയാണ്. ഇവിടെ A/A ഉണ്ട്, ഗ്യാസ് ഫോം ഉണ്ട്. കണ്ടോ, ഒരു വൈറ്റ് പോലെ കണ്ടോ, ഗ്യാസ് ഫോം ഇതാണ്. ഇവിടെയും A/A ആണ്. ഇവിടെ എന്തൊരു ബ്ലാക്ക് കളർ, എന്താ അത്, H2S ആണ് അല്ലെ, H2S ആണ്. ഇവിടെ വൈറ്റ് കളറും ഉണ്ട്, ബ്ലാക്ക് കളറും ഉണ്ട്, ഫുള്ള് യെല്ലോ ആണ്. അപ്പൊ A/A ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ റിസൾട്ട് എഴുതേണ്ടത്. ഇവിടെ നമുക്ക് A/A എന്ന് മാത്രം എഴുതിയാൽ മതി. ഇവിടെ A/A ഗ്യാസ് ഉണ്ട്. ഇവിടെ എന്താണുള്ളത്, ഇവിടെ ഗ്യാസ് ഉണ്ട്, H2S ഉണ്ട്. അപ്പൊ A/A ഗ്യാസ്, ഹൈഡ്രജൻ സൾഫൈഡ്, 3 കാര്യങ്ങൾ എഴുതണം. ഇവിടെ A/Aയും ഹൈഡ്രജൻ സൾഫൈഡ് മാത്രം എഴുതിയാൽ മതി. ഇവിടെ A/Aയും ഗ്യാസ് മാത്രം എഴുതിയാൽ മതി. ഇവിടെ A/A എന്ന് മാത്രം എഴുതിയാൽ മതി. അപ്പൊ നമ്മൾ റിസൾട്ട് എന്തൊക്കെയുണ്ടോ അത് ഫുള്ള് എഴുതണം. ഇനി ഇവിടെ എന്താണ്, A/K. ഇവിടെ എന്താണ്, ഇവിടെ യെല്ലോ, ഇവിടെ ഷുഗർ ഫെർമെന്റ് നടക്കുന്നുണ്ട്, ഗ്ലൂക്കോസ് ഫെർമെന്റ് നടക്കുന്നുണ്ട്. ഇവിടെ എന്താ, ഇവിടെ റെഡ് ആണ് അല്ലെ. ഇവിടെ ആണെങ്കിൽ K/A, ഇവിടെയാണ് റെഡ് വരുന്നത്. സ്ലാൻഡില് റെഡ് വരുമ്പോ മേലെ K. ഓക്കെ, ഇനി ഇവിടെ K/A തന്നെയാണ്. ഇവിടെ എന്താ ഉള്ളത്, പക്ഷെ ഗ്യാസ് ഫോം ചെയ്തിട്ടുണ്ട് അല്ലെ. ഇവിടെയും K/A ആണ്. വേറെ ഗ്യാസിന് പകരം ഇവിടെ എന്താ ഉള്ളത്, ഇവിടെ ഉള്ളത് ഹൈഡ്രജൻ സൾഫൈഡ് ആണ്. അപ്പൊ റിസൾട്ട് വരെ K/A ഹൈഡ്രജൻ സൾഫൈഡ്. ഇവിടെ K/A തന്നെയാണ്, ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ട്, ഗ്യാസും ഉണ്ട്. ഓക്കെ, ഇവിടെ K/K മാത്രം ഫുൾ റെഡ് ആണ്. സ്ലാൻഡും ബട്ടും ഫുൾ റെഡ് ആണ്. അപ്പൊ ഇതാണ് നമ്മളെ റിസൾട്ട് വരിക. ഓക്കെ, ഓൾറെഡി ചെയ്തിട്ടുള്ളവരാണ്, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ റിസൾട്ട് കറക്റ്റ് ആയിട്ട് ചെയ്തു. അപ്പൊ നമുക്ക് ഇപ്പൊ എക്സാമിന് K/A ഹൈഡ്രജൻ സൾഫൈഡ് എന്താണ് K/A എന്ന് ചോദിക്കുകയാണെങ്കിൽ അപ്പൊ നമുക്ക് സ്ലാൻഡിലാണ് റെഡ് വരുന്നത്. കാരണം pH അവിടെ കൂടുതലാണ്. ഇവിടെയാണ് ഷുഗർ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇപ്പൊ ഈ K/K ഫുൾ K/K ആണെങ്കിൽ എന്താ, പെപ്റ്റോൺ മാത്രം യൂട്ടിലൈസ് ചെയ്തത്. അപ്പൊ അങ്ങനെ കറക്റ്റ് ആയിട്ടൊന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇൻക്യുബേഷൻ വരുന്നത് 35 to 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഡ്യൂറേഷൻ ഒരു 18 to 24 hours
നമുക്ക് ഇൻക്യുബേറ്റ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് സമ്മപ്പ് ചെയ്യാം. സോ ഡിഫറൻഷ്യൽ മീഡിയം ഫോർ എൻട്രോബാക്ടീരിയസി ആണ്. ഇതിന്റെ ബേസിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഫെർമെന്റേഷൻ അതുപോലെ H2S പ്രൊഡക്ഷൻ ഒക്കെ നോക്കിയിട്ട് നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതാണ്. ഇനി കണ്ടെയ്ൻ ഗ്ലൂക്കോസ് ഉണ്ട്, ലാക്ടോസ് ഉണ്ട്, സൂക്രോസ് ഉണ്ട്. അതുപോലെ ഫീനോൾ റെഡ് ആണ് ഇൻഡിക്കേറ്റർ വരിക. ഗ്ലൂക്കോസ് 0.1% ആണ്, ലാക്ടോസ് സൂക്രോസ് ഒക്കെ 1% വീതമാണ്. അതുപോലെ തന്നെ നമ്മൾ നൈട്രജൻ സോഴ്സ് ആയിട്ട് പെപ്റ്റോൺ ആണ് യൂസ് ചെയ്യുന്നത്. H2S പ്രൊഡക്ഷൻ എന്താണ്? നമ്മൾ ബ്ലാക്ക് കളർ ആണ് അല്ലെ. ഗ്യാസ് ഫോർമേഷൻ ആണെങ്കിൽ ക്രാക്സ് ഒക്കെ ഫോം ചെയ്യും. പിന്നെ നമുക്കൊരു 18 to 24 hours ഒരു 37 ഡിഗ്രി സെൽഷ്യസിൽ ഇൻക്യുബേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ TSI. ആ റിസൾട്ട് എന്തൊക്കെയാണ് എങ്ങനെയാണ് നോട്ട് ചെയ്യുക. അപ്പൊ സ്ലാൻഡില് റെഡും ബട്ടില് യെല്ലോ ആണെങ്കിൽ എങ്ങനെയാണ് റിസൾട്ട് ചെയ്താ, പിന്നെ H2S ഉണ്ടെങ്കിൽ അപ്പൊ ആ ഒരു ട്യൂബിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ റിസൾട്ട് ആയിട്ട് എഴുതണം. ഇത്രയേ ഉള്ളൂ TSI. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബയോകെമിക്കൽ ടെസ്റ്റിൽ വളരെ ഇമ്പോർട്ടന്റ് പാർട്ടാണ്. അപ്പൊ നമ്മൾ ഇന്റർപ്രിട്ടേഷന് കുറച്ച് ബാക്ടീരിയ ഒക്കെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു ബാക്ടീരിയ തന്നിട്ട് അതിൽ ഏത് ബാക്ടീരിയ എന്ന് കണ്ടുപിടിക്കാനൊക്കെ പറയുമ്പോൾ ഈ TSI ഒക്കെ ബയോകെമിക്കൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.